അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ്റെ പുതിയൊരു റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ ബറ കുറേ തരത്തിലുണ്ട്. ഇന്ന് ഞാൻ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ബറയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് അരിഞ്ഞത്, 1/4 കപ്പ് മല്ലിയില, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, 1 കപ്പ് ബീറ്റ് ചെയ്ത തൈര്, 1 കപ്പ് ഫ്രൈ ചെയ്ത് ക്രഷ് ചെയ്ത സവാള, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ, 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കാം. ഇനി ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഫ്രൈ ചെയ്ത് ക്രഷ് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബോയിൽ ചെയ്ത 5 ടൊമാറ്റോയുടെ പ്യൂരി ഒഴിച്ച് കൊടുക്കാം. നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. ഇത് ഓയിലും പ്യൂരിയും തമ്മിൽ സെപ്പറേറ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കുതിർത്ത് വെച്ച് അരച്ചെടുത്ത കാഷ്യൂനട്ട് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ബീറ്റ് ചെയ്ത തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. ഓയിൽ സെപ്പറേറ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കാഷ്യൂ പേസ്റ്റിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചാറ്റ് മസാല പൊടിയും 1 ടീസ്പൂൺ കസൂരി മേത്തി പൗഡറും 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റീലിൻ്റെ ബൗളിൽ ചാർക്കോൾ കത്തിച്ചത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത്
അടച്ച് വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു സ്മോക്കി ടേസ്റ്റ് കിട്ടും. നമ്മുടെ ചിക്കൻ ബറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ചാർക്കോളും മാറ്റി വെക്കാം. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് മല്ലിയിലയും ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾ ഒരു തവണ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്കും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് മറക്കാതെ വാച്ച് ചെയ്യുക, റെസിപ്പീസ് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.